സുഹൃത്തുക്കളെ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. പാരൻറ്റിങ്ങിനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ 3 കുട്ടികളുടെ വനത്തിൽ പോയതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതിൻ്റെ പിന്നാലെ വന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഒരു സഹോദരൻ്റെ കമൻറ്റ് കണ്ടു. പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് ഇത്രയാണ്: ഇന്നത്തെ കാലത്ത് മക്കളിൽ സ്വാധീനം ചെലുത്താനൊന്നും മാതാപിതാക്കൾക്ക് അത്ര പറ്റില്ല. സ്നേഹം കാണിക്കാനേ പറ്റും, പക്ഷേ പിള്ളേർ പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുപോലെ നേരത്തെ ഒക്കെ ആണെങ്കിൽ പിള്ളേർക്ക് പുറത്തൊരു സമൂഹം നമ്മളെ വീക്ഷിക്കുന്നു എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗം പിള്ളേർ ഒരുപാട് തന്നെ വഴിതെറ്റിക്കുന്നുണ്ട്. അവരാര് പറഞ്ഞാലും അതുകൊണ്ട് തന്നെ കേൾക്കുന്നില്ല. സോഷ്യൽ മീഡിയ ഒക്കെ വലിയ തോതിൽ പിള്ളേർക്ക് സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എനിക്കതിന് മറുപടിയായിട്ട് പറയാനുള്ളത്, ആദ്യത്തെ കാര്യം പറയാനാണെങ്കിൽ, നമ്മൾ മക്കൾ സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നതും വെറുതെ തന്നെയാണ്. കാര്യം, എൻ്റെ മോള് ഇപ്പോൾ +2-നാണ് പഠിക്കുന്നത്. അപ്പോൾ വളരെ സ്നേഹം കാണിക്കാറുണ്ട്, ദേഷ്യത്തിന് ദേഷ്യമുണ്ട്, റെസ്പെക്റ്റ് വേണ്ടുന്നിടത്ത് റെസ്പെക്റ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ വളർന്നു വരുന്തോറും അവരും നമ്മളെപ്പോലുള്ള വ്യക്തികളിലേക്കാണ് വരുന്നത്. ചിലർ കുഞ്ഞുങ്ങളെ വെറും ഒരു ബഹുമാനമില്ലാതെ, അല്ലെങ്കിൽ പിള്ളേരോട് ഒരു എന്താ പറയണ്ടേ, ഒരു കരുണയില്ലാതൊക്കെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മറ്റുള്ളവർ ഉപയോഗിച്ച് കുട്ടികളെ അപമാനിക്കുക, അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അതൊന്നും ചെയ്യാതിരിക്കുക. കാരണം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അവരുടേതായ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം നമ്മൾ മാനിക്കുകയാണെങ്കിൽ, അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവരുടെ വ്യക്തിത്വങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ റെസ്പെക്റ്റ് ഉണ്ടാവും. അതങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മോളുടെ കാര്യം പറഞ്ഞല്ലോ, അവൾ ഇപ്പോഴും സ്കൂളിൽ പോയാൽ രാവിലെ പോയിട്ട് ഇന്ന് വരുന്നത് വരെയുള്ള കാര്യങ്ങൾ അവൾക്ക് എന്നോട് പറയണം. ചിലപ്പോൾ നമ്മൾ മെൻ്റലി ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, നമ്മൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ എന്നാൽ പോലും അങ്ങനെ മെൻ്റലി ഡിസ്റ്റർബ് ആണെങ്കിൽ ഞാൻ പറയാൻ മോനെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും. പക്ഷേ ആ അന്നത്തെ കാര്യങ്ങൾ അപ്ഡേഷൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ പിള്ളേരുടെ കാര്യമായിക്കോട്ടെ, ടീച്ചറിൻ്റെ കാര്യമായിക്കോട്ടെ, ബസ്സിൽ പോകുന്ന കാര്യമായിക്കോട്ടെ, ബസ്സിനകത്തുള്ള ഒന്നും ആയിക്കോട്ടെ, ഏറ്റവും സെറ്റ് കാര്യങ്ങൾ. ചില സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, നിനക്ക് എന്ത് പറയാനുള്ളത്, എനിക്ക് അൽഫി ഇത് പറഞ്ഞു, ശില്പ അത് പറഞ്ഞു, ടീച്ചർ അങ്ങനെ പറഞ്ഞു, ഇതല്ലേ. പക്ഷേ എന്നാൽ പോലും അവർക്കത് പറയുന്നത്, നമ്മളത് പറയുന്നത് ഒരു വലിയ സമാധാനവും ഒരു സന്തോഷമാണ്. ഇപ്പം എത്രത്തോളം മക്കൾ അങ്ങനെ പറയുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല, എത്ര പിള്ളേർ അങ്ങനെ പറയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്ത് കാര്യമുണ്ടെങ്കിലും എന്തിൻ്റെയും അവസാനം നമ്മളാണ് എന്നുള്ളൊരു ചിന്താഗതി മക്കൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ സഹോദരൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, നേരത്തെയൊക്കെ പുറത്തൊരു സമൂഹം വീക്ഷിക്കാനുണ്ടായിരുന്നത്. വളരെ റോങ് ആണ്. അത് പുറത്തൊരാൾ നമ്മളെ നോക്കുന്നു, അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് നമ്മൾ നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് കരുതി എന്നൊരു പാഠമല്ല പിള്ളേർക്ക് കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ സമൂഹത്തെ, സൊസൈറ്റിയെ വെല്ലുവിളിച്ച് ജീവിക്കാനുമല്ല. നമുക്ക് സാമൂഹ്യ മര്യാദയുണ്ട്, അതെല്ലാം പറഞ്ഞു കൊടുക്കണം. പക്ഷേ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പുറത്തുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്നുള്ളത് മാത്രമല്ല. അത് അങ്ങനെ വരുമ്പോൾ എന്താ ദോഷം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, നമ്മുടെ മക്കളായി ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരോട്, നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ വീട്ടുകാരോടൊപ്പം ജീവിക്കുന്നു, അല്ലെങ്കിൽ ബന്ധുക്കളൊപ്പം ജീവിക്കുന്നു. നാളെ ഒരു സമയത്ത് അവർക്ക് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായാലും പഠന സംബന്ധമായിട്ടായാലും ഒക്കെ ചിലപ്പോൾ രാജ്യം വിടേണ്ട തന്നെ വന്നേക്കാം, ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു കോണിൽ പോയി ജീവിക്കേണ്ട വന്നേക്കാം. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ജീവിതം മറ്റുള്ളവർ നമ്മളെ നോക്കുന്നത് കൊണ്ട് നമുക്ക് ആ തെറ്റിൽ നിന്ന് പിൻവലിയാം എന്ന് വിചാരിച്ച് നമ്മൾ ജീവിച്ചാൽ, നാളെ നമുക്ക് ഈ മറ്റുള്ളവർ നോക്കാത്ത സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോൾ അവിടെ നമ്മുടെ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആരും നോക്കാനില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആവുന്നൊരു ചിന്താഗതി വരും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ലോകത്തിൻ്റെ ഏത് കോണിലായാലും നമ്മളായിരിക്കുക. വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാനോ മറ്റുള്ളവരെ കണ്ടുപിടിക്കാനോ ഒരിക്കലും മക്കളോട് പറയരുത്. അവരെ കണ്ടുപിടി, ഇവരെ കണ്ടുപിടി ഒരിക്കലും പറയരുത്. നമ്മളായിരിക്കുക. നമുക്കുള്ള ക്വാളിറ്റി, നമ്മുടെ വ്യക്തിത്വം, ഇതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുക. കാര്യം നമുക്ക് വേണ്ടുന്ന മാത്രം ഈ സമൂഹത്തിൽ പലതും ഉണ്ട്. നന്മയും തിന്മയും എല്ലാം നാശകോശമായ സമൂഹമാണ് ഇന്നത്തെ ഉള്ളത്. അപ്പോൾ ആ നന്മയും തിന്മയും എല്ലാം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനകത്ത് വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് ആവശ്യമായ ആരോഗ്യപരമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് അവരുടെ മനസ്സിനെ സ്വാധീനിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അവരുടെ മനസ്സിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു പാഠം ഞാൻ എൻ്റെ മക്കളോട് പറയാറുള്ളൂ. എൻ്റെ മോൻ BE പഠിക്കുന്ന സൈബർ സെക്യൂരിറ്റി. ഇപ്പോഴും ഒരു 7 മണിക്ക് ശേഷമായാലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനായാലും, പുറത്ത് പോകണമെങ്കിൽ കൂട്ടുകാരോട് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണം എന്നോട് പറയാതെ, എന്നോട് ഇൻഫോം ചെയ്യാതെ പോയിട്ടില്ല. അത് ഒരു വട്ടം അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അന്നേരം പറഞ്ഞ മക്കളത് ശരിയല്ല, പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പറയാൻ മിസ്സായിപ്പോയി, തിരക്കായിപ്പോയി കാരണം കൊണ്ട് അങ്ങനെ പറയാൻ മക്കളത് ശരിയല്ല. കാരണം അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോകുന്നിടത്ത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാതാപിതാക്കൾ അറിയണം. കാര്യം, നിങ്ങൾ ഏത് വഴിയാണ് പോകുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ പറഞ്ഞ ഒരാളും കൂടെ ഉണ്ടാവില്ല. സ്വന്തം മാതാപിതാക്കളില്ലാതെ പറഞ്ഞ ഒരാളും കൂടെ ഉണ്ടാവില്ല. അപ്പം ഏതൊരു ഇൻസിഡൻറ്റിൻ്റെ അവസാനം, അല്ലെങ്കിൽ ഏതൊരു സംഭവത്തിൻ്റെ അവസാനം, എന്തൊരു പ്രശ്നത്തിൻ്റെയും അവസാനം
തൻ്റെ മാതാപിതാക്കളാണ് എന്നുള്ളൊരു ചിന്ത എല്ലാ മക്കൾക്കും കൊടുക്കണം. കാര്യം ഞാൻ അവിടുത്തെ പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ മറ്റുള്ളവർ മുതിർന്നവർ പറയുന്നൊന്നും എടുക്കണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ എടുക്കണം. എന്നിട്ടെടുത്താൽ തന്നെയും അറ്റ് ദ എൻഡ് നിങ്ങൾ ആത്യന്തികമായിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടതും നിങ്ങൾ അംഗീകരിക്കേണ്ടതുമായ ഒരു സത്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ എന്തൊരു പ്രശ്നം വന്നാലും ഏതിനും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ എത്രത്തോളം നന്മ വരണോ അത്രത്തോളം നന്മ വരണമെന്ന് ആഗ്രഹിച്ച് സ്വന്തം ജീവിതം തന്നെ ത്യജിക്കുന്ന ഒരു വർഗ്ഗമേ ഉള്ളൂ, അത് മാതാപിതാക്കളാണ്. ആത്മാർത്ഥതയുള്ള മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു കേട്ടോ, അല്ലാത്ത മാതാപിതാക്കളുടെ എല്ലാ കാര്യമല്ല പറഞ്ഞത്. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന, സ്വന്തം സുഖം തേടി ജീവിക്കുന്ന, അല്ലെങ്കിൽ മക്കളുടെ സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ മക്കളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള നല്ല മാതാപിതാക്കളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരോടും തന്നെ നന്മ ഒരിക്കലും ഒരാളും ലോകത്ത് ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കളുടെ വാക്കിനെ തട്ടി നിങ്ങൾ മുന്നോട്ട് പോകാനേ പാടില്ല എന്നുള്ളൊരു പാഠം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് അവരെ തിരിച്ചറിയിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗം, സോഷ്യൽ മീഡിയയിൽ ഇന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പിള്ളേർക്ക് കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കുക, മക്കളെ ഇതിനകത്ത് ഇന്ന കാര്യങ്ങളുണ്ട്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടാവാം, ഇതെന്താണെന്ന് അറിയാം, ക്യൂരിയോസിറ്റി ഉണ്ടാവാം. അത് ഓരോ പ്രായത്തിൻ്റെയാണ്, ഓരോ പ്രായത്തിനും വരുന്ന ഉപദേശങ്ങൾ അതായത് പ്രായത്തിനനുസരിച്ച് കൊടുത്താൽ. ഞാൻ അക്കാര്യത്തിൽ ഈ സമയം വരെ ഈ സക്സസ്ഫുൾ ആയൊരു അമ്മ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടിയ കാര്യത്തെ പറയുന്നത്. അപ്പോൾ എൻ്റെ മകൾക്കും ഇൻസ്റ്റ ഐഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ അവൾ ഒന്നിനും അഡിക്റ്റ് അല്ല, കാണുന്ന റീല് കാണും. അപ്പോൾ ചുമ്മാ ഇടയ്ക്കുന്ന ആ യൂസർ ഐ ഡി പാസ്വേഡ് ഇഞ്ഞതാന്ന് പറഞ്ഞാൽ ഈ സിമ്പിളായിട്ട് തരും. ഇതിൻ്റെ ആവശ്യം വന്നില്ല. ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ചോദിച്ചെന്നുള്ളൂ, ഇൻസ്റ്റയുടെ യൂസർ ഐ ഡി പാസ്വേഡ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി, മൊത്തം നോക്കി, ഒന്നുമില്ല അതിനകത്ത്. കാരണം കൂട്ടുകാരുമായിട്ടുള്ള കുറേ ചാറ്റും കുറേ റീലായും ഒക്കെ ഉള്ളൂ, എല്ലാം ഒന്നുമില്ല. അപ്പം മോനായാലും അവനും അതിൻ്റെ ദൂഷ്യവശങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം. പിന്നെ മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവനെ ഞാനത് വിട്ടുപോയാലും ഇടയ്ക്ക് അവിടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യണം. സ്വന്തമായിട്ട് ഫോൺ കൊണ്ടുവരുന്നു. പക്ഷേ ഒരിക്കൽ പോലും സ്കൂളിലൊരു ഫോൺ കൊണ്ടുപോകാനോ, മറ്റുള്ള പിള്ളേരെല്ലാം, മോളുടെ കൂടെയുള്ള പിള്ളേരെല്ലാം കൊണ്ടുവരും ഫോൺ, ഒളിച്ച് പാത്തൊക്കെ കൊണ്ടുവരും. പക്ഷേ അവൾ ഇന്നുവരെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഫംഗ്ഷൻ വരുവാണെങ്കിൽ ഞാൻ പറയാം ഫോൺ കൊണ്ടുപോയി ഫോട്ടോ എടുക്കും തന്നെ അമ്മ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ ഒന്നിനോട് വരെ അഡിക്ഷനോ, പിള്ളേർക്ക് അറിയാം, ചൂസ് ചെയ്യാനറിയാം. അപ്പോൾ ഫൈനലി ഇത്രയാണ് പറയാനുള്ളത്. നല്ലതും തിന്മയും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുക മക്കൾക്ക്. ഒരു പ്രായം വരെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനുഭവം കൂടെ വെച്ചാണ്. 15 വയസ്സ് വരെയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ മോളെന്നോട് പറഞ്ഞ കാര്യമുണ്ട്, അമ്മ ഇപ്പോഴത്തെ പെൺപിള്ളേരെന്ന് പറഞ്ഞത് വല്ലാത്ത ക്യാരക്ടറാണ്, അതൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല. അപ്പം എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം വിത്ത് റെസ്പെക്റ്റ് നമ്മൾ മക്കൾക്ക് കൊടുക്കുക. അപ്പം അവർ ഫ്രണ്ടായിട്ടിരിക്കുക, നല്ല ഫ്രണ്ടായിട്ടിരിക്കുക. അവർക്ക് എന്ത് തുറന്നു പറയാനുള്ള ഇടമാണ് നമ്മൾ, അവരുടെ അത്താണിയാണ്, അവരുടെ ആശ്രയമാണ്, അവരുടെ പരിഹാരമാണ് നമ്മൾ എന്നുള്ള ചിന്താഗതി മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും പടച്ചവൻ സഹായിച്ച് ഈ സമയം വരെ അൽഹംദുലില്ലാഹ് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇതേ രീതിയിൽ പോയാൽ വീണ്ടും എനിക്കതേ പറയാനുള്ളൂ, നല്ല പാരൻറ്റിങ് ഉണ്ടെങ്കിൽ ഒരു മക്കളും വഴിപഴിച്ചു പോകില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ആരെങ്കിലും ചീറ്റിങ് ചെയ്താൽ അത് മാത്രം ശ്രദ്ധിക്കുക എന്നതേ ഉള്ളൂ, അതും പറഞ്ഞു കൊടുക്കാം. ഓക്കെ.